ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, അത് ഈ ഒരു വയർ ഈ ഒരു സ്വിച്ചും സോക്കറ്റും വരുന്ന ഭാഗത്തേക്ക് കണക്ഷൻ കൊടുക്കണം. ഈ ഭാഗം നമുക്ക് ഈ 3 പിൻ ടോപ്പ് വരുന്ന ഭാഗത്തേക്ക് കണക്ഷൻ കൊടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സ്വിച്ചും ഒരു സോക്കറ്റും ഒരു 3 പിൻ ടോപ്പും വരുന്ന ഒരു വയറിംഗ് സ്കെച്ച് നമുക്ക് ആദ്യം വരക്കാം. അതിനുശേഷം അത് പ്രാക്ടിക്കലായിട്ട് ഈ എക്സ്റ്റൻഷൻ ബോർഡിന്റെ കാര്യത്തിൽ എങ്ങനെ ചെയ്യാം എന്ന് വിശദമായിട്ട് നമുക്ക് നോക്കാം. അത് അല്പം വിശദമായിട്ട് തന്നെ പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡ് വീഡിയോയിൽ വിശദമായിട്ട് സംസാരിക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ആദ്യം 6 ആമ്പിയർ വരുന്ന ഒരു 1 വേ സ്വിച്ചിൻ്റെയും അതുപോലെ തന്നെ ഒരു 3 പിൻ സോക്കറ്റിൻ്റെയും അതുപോലെ തന്നെ ഒരു 3 പിൻ ടോപ്പിൻ്റെയും ഒരു ഇലക്ട്രിക്കൽ ഡയഗ്രാം നമുക്ക് ആദ്യം വരച്ച് നോക്കാം. അതിനുശേഷം നമ്മളിവിടെ വരച്ചിട്ടുള്ള ഈ 3 ഘടകങ്ങളും ഉപയോഗിച്ച് നമ്മളൊരു എക്സ്റ്റൻഷൻ ബോർഡ് നിർമ്മിക്കുകയാണെങ്കിൽ ആ ഒരു എക്സ്റ്റൻഷൻ ബോർഡിൻ്റെ ഇലക്ട്രിക്കൽ ഡയഗ്രാം എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് വരച്ച് നോക്കാം. അതിനുശേഷം നമുക്ക് നമ്മളിവിടെ വരച്ചിട്ടുള്ള ഈ ഒരു എക്സ്റ്റൻഷൻ ബോർഡിൻ്റെ ഡയഗ്രാം ഉപയോഗപ്പെടുത്തി നമ്മളിവിടെ നിർമ്മിക്കുന്ന ഈ ഒരു എക്സ്റ്റൻഷൻ ബോർഡിലേക്ക് കണക്ഷൻ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് ചെയ്യുന്ന വീഡിയോ. ഇനി ഈ ഒരു വീഡിയോ അത് നിങ്ങൾ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴിയാണ് കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ആദ്യ എപ്പിസോഡ് അത് നമുക്ക് ഫേസ്ബുക്ക് പേജിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫേസ്ബുക്ക് വഴി ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്ന വീഡിയോയ്ക്ക് താഴെ ഒരു പ്ലേലിസ്റ്റ് ലിങ്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു പ്ലേലിസ്റ്റ് ലിങ്ക് എന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ആ ഒരു പ്ലേലിസ്റ്റ് ലിങ്കാണ് അതിൻ്റെ താഴെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഈ ഒരു വീഡിയോ അത് നിങ്ങൾ യൂട്യൂബ് വഴിയാണ് കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയാം. ആ ഒരു പ്ലേലിസ്റ്റ് ജസ്റ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് കൊടുത്തിട്ടുള്ള സെയിം തമ്പനയിൽ തന്നെ കാണാൻ സാധിക്കും. ആ ഒരു തമ്പനയിൽ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയുടെ ആദ്യത്തെ എപ്പിസോഡായിരിക്കും പ്ലേ ആവുന്നത്. ആ ആദ്യത്തെ എപ്പിസോഡ് നിങ്ങൾ പൂർണ്ണമായി കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ടാമത്തെ എപ്പിസോഡ്, അതായത് ഈ ഒരു വീഡിയോ ആയിരിക്കും പിന്നീട് പ്ലേ ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ 2 എപ്പിസോഡും അതുവഴി കാണുവാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കിടക്കാം. ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, വെൽക്കം ബാക്ക് ടു ഗാമ റേസ്. എക്സ്റ്റൻഷൻ ബോർഡ് നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഈ ഒരു 1+1 ഗ്യാങ് ബോക്സിൻ്റെ ഫ്രെയിമിൽ ഒരു 6 ആമ്പിയറിൻ്റെ 3 പിൻ സോക്കറ്റും അതുപോലെ തന്നെ 6 ആമ്പിയറിൻ്റെ ഒരു 1 വേ സ്വിച്ചും അത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള ഈ 3 പിൻ സോക്കറ്റിൻ്റെ ഒരു ഡയഗ്രാം നമുക്ക് ആദ്യം വരച്ച് നോക്കാം. അതിനുശേഷം നമുക്ക് ഇതിൽ വന്നിട്ടുള്ള ഈ 1 വേ സ്വിച്ചിൻ്റെയും ഡയഗ്രാം നമുക്ക് വരക്കാം. അതിനുശേഷം ഈ 3 പിൻ ടോപ്പിൻ്റെ ഡയഗ്രാം കൂടി നമുക്ക് വരച്ച് നോക്കാം. അതിനുശേഷം നമ്മളിവിടെ വരച്ചിട്ടുള്ള ഈ 3 പിൻ സോക്കറ്റിൻ്റെയും 1 വേ സ്വിച്ചിൻ്റെയും ഈ 3 പിൻ ടോപ്പിൻ്റെയും ആ ഒരു ഡയഗ്രാം ഉപയോഗിച്ചിട്ട് നമ്മൾ നിർമ്മിക്കുന്ന ഈ 3 പിൻ സോക്കറ്റ്, ഈ 1 വേ സ്വിച്ച്, ഈ 3 പിൻ ടോപ്പ് വരുന്ന ആ ഒരു എക്സ്റ്റൻഷൻ ബോർഡിൻ്റെ ഇലക്ട്രിക്കൽ ഡയഗ്രാം എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് വരച്ച് നോക്കാം. അതിനുശേഷം നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഈ 3 കോർ വയർ ഉപയോഗിച്ചിട്ട് നമുക്ക് കണക്ഷൻ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടാണ് ഇനി നമ്മൾ വിശദമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഫ്രെയിമിൽ വന്നിട്ടുള്ള ഈ 3 പിൻ സോക്കറ്റിൻ്റെ ഡയഗ്രാം അത് നമുക്ക് ഒരു പേപ്പറിൽ വരച്ച് നോക്കാം. ഇവിടെ ഒട്ടിച്ചിട്ടുള്ള ഈ ഒരു ചാർട്ട് പേപ്പറിലാണ് നമ്മൾ ഈ 3 പിൻ സോക്കറ്റിൻ്റെ ആ ഒരു ഡയഗ്രാം വരക്കുന്നത്. അപ്പോൾ ഇവിടെ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി നമ്മളിവിടെ കടലാസ് പെൻസിലല്ല ഉപയോഗിക്കുന്നത്, മറിച്ച് കളർ പേനയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം, നമുക്ക് കടലാസ് പെൻസിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു പേപ്പറിൽ വരച്ച് കഴിഞ്ഞാൽ പേപ്പറിൽ അത് കാണാൻ സാധിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് വീഡിയോ വഴി അത് കാണാൻ സാധിക്കാത്ത ഒരവസ്ഥ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കളർ പേന ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പെൻസിൽ ഉപയോഗിച്ചിട്ട് ഒരു ലൈന് വരച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് റബ്ബർ ഉപയോഗിച്ചിട്ട് മായ്ച്ച് കളയാം. പക്ഷെ കളർ പേന ഉപയോഗിച്ചിട്ട് ഒരു ലൈന് വരച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് റബ്ബർ ഉപയോഗിച്ചിട്ട്
മായ്ച്ചു കളയാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കറക്ഷൻ പെന്ന് അല്ലെങ്കിൽ വൈറ്റ്നർ അതാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇങ്ങനെ വരുന്ന ഈ ഒരു 3 പിൻ സോക്കറ്റിൻ്റെ ഡയഗ്രാം അത് നമുക്ക് ഈ ഒരു പേപ്പറിൽ വരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു 3 പിൻ സോക്കറ്റിൻ്റെ ആ ഒരു ഡയഗ്രാം അത് നമുക്ക് വിവിധ സ്റ്റെപ്പുകളായിട്ട് വരച്ചെടുക്കാം. അപ്പോൾ ഇനി അത് നമുക്ക് നോക്കാം. ഈ ഒരു 3 പിൻ സോക്കറ്റിൻ്റെ ഡയഗ്രാം അത് നമ്മൾ ഈ ഒരു പേപ്പറിൽ വരക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിൽ നമുക്ക് ഈ ഒരു പേപ്പറിൽ ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരക്കാം. നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന നിലയിൽ നമ്മളിപ്പോൾ വരച്ചിട്ടുള്ള ഈ ഒരു ലൈൻ അതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗം അത് നമുക്ക് മാർക്ക് ചെയ്യാം. നമ്മളിവിടെ ഒരു സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെൻറ്റർ പോയിന്റിൽ നിന്ന് മുകളിലോട്ട് 90 ഡിഗ്രി കണക്കാക്കിയിട്ട് ഒരു പോയിന്റ് കൂടിയിട്ട് മാർക്ക് ചെയ്യാം. നമുക്ക് ഇനി 90 ഡിഗ്രി അടയാളപ്പെടുത്താം. ഈ ഒരു സെൻട്രൽ പോയിന്റിൽ നിന്ന് നമുക്ക് ഇവിടെ 90 ഡിഗ്രി അടയാളപ്പെടുത്തിയ ആ ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റും കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നീളത്തിൽ ഒരു ലൈന് വരക്കാം. ഇനി നമുക്ക് അഞ്ചാമത്തെ സ്റ്റെപ്പിലേക്കാണ് കടക്കേണ്ടത്. അതിനു മുൻപ് മറ്റൊരു കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാം. നമ്മളിവിടെ ആദ്യത്തെ 4 സ്റ്റെപ്പ് വരെ വരച്ചത് മറ്റൊരു പേപ്പറിലായിരുന്നു. ആ ഒരു പേപ്പർ ഒഴിവാക്കിയിട്ട് പകരം മറ്റൊരു പേപ്പർ ഈ ഒരു ചുമരിൽ ഒട്ടിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ചിത്രം വരച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ പേപ്പർ ഒഴിവാക്കാൻ കാരണം ആദ്യത്തെ പേപ്പറിൽ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു 3 പിൻ സോക്കറ്റിൻ്റെ ആ ഒരു ഡയഗ്രാം നമ്മൾ വരക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മളത് വരച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ സ്വിച്ച് 3 പിൻ ടോപ്പ് പിന്നീട് കണക്ഷൻ കൊടുക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ആ ഒരു പേപ്പറിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്ത ഒരവസ്ഥ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ചുമരിൻ്റെ ഭാഗത്ത് വീണ്ടും ഒരു പേപ്പർ ഒട്ടിച്ചിട്ട് അതിൽ നമുക്ക് വരക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ അത് വരക്കുന്ന എനിക്ക് സ്വല്പം ബുദ്ധിമുട്ട് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചുമരിൽ വേറൊരു പേപ്പർ ഒട്ടിച്ചിട്ട് ആ ഒരു പേപ്പറിൻ്റെ അടിഭാഗത്തായിട്ടാണ് നമ്മളിവിടെ 4 സ്റ്റെപ്പ് വരെയുള്ള കാര്യങ്ങൾ വരച്ചു വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അഞ്ചാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. നമ്മൾ ഇങ്ങനെ ഒരു ലൈന് വരച്ചിരുന്നു. അതിനുശേഷം അതിൻ്റെ ഒരു സെൻറ്റർ ഭാഗം നമ്മൾ അടയാളപ്പെടുത്തി. പിന്നീട് ഈ ഒരു സെൻറ്റർ ഭാഗത്തു നിന്ന് അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു 90 ഡിഗ്രി അടയാളപ്പെടുത്തി. അതിനുശേഷം ആ 90 ഡിഗ്രിയിൽ നിന്ന് നമ്മൾ നേരെ ഈ ഒരു പോയിന്റിലേക്ക് ഒരു ലൈന് നമ്മൾ വരക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് അഞ്ചാമത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് ഈ ഒരു പോയിന്റ് അത് നമുക്ക് 0 ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 0 പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ഒരു 2.5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ 2.5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ 0 ആയിട്ട് എടുത്തിട്ടുള്ള ആ ഭാഗത്ത് നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു 2.5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ വീണ്ടും ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ അടയാളപ്പെടുത്തിയ ആ 2 പോയിന്റ് അത് ഈ ചുവപ്പ് മഷി ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്നുകൂടി മാർക്ക് ചെയ്യുകയാണ്. നിങ്ങൾക്കത് വീഡിയോയിൽ വ്യക്തമായി കാണാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ
0 പോയിൻ്റായിട്ട് എടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്തു നിന്ന് മുകളിലോട്ട് ഒരു 5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ വേണ്ടത് ഒരു കോമ്പസ്, അതുപോലെ തന്നെ ഒരു കടലാസ് പെൻസിൽ, അതുപോലെ തന്നെ ഒരു സ്കെയിൽ. ഞാനിവിടെ കടലാസ് പെൻസിലിന് പകരം കളർ പേനയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം. കാരണം കടലാസ് പെൻസിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ പേപ്പറിൽ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വീഡിയോയിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കളർ പേനയാണ് ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ കോമ്പസിൽ ഈ ഒരു പെൻസിൽ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സ്കെയിൽ എടുത്തതിന് ശേഷം ഈ ഒരു കോമ്പസിൻ്റെ മുനയും അതുപോലെ തന്നെ പെൻസിലിൻ്റെ മുനയും അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് ഒരു 1/2 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കുക. നമ്മളിവിടെ ഈ ഒരു 0 പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് 2.5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു പോയിന്റിനെ നമ്മൾ സെൻറ്റർ ആക്കി എടുത്തതിന് ശേഷം അതിന് ചുറ്റും ഒരു വൃത്തം നമുക്ക് വരച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ നമ്മളിവിടെ ഈ ഒരു 0 പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട്, അതായത് ലെഫ്റ്റ് സൈഡിലേക്കും ഒരു 2.5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റിനെ നമ്മൾ സെൻറ്റർ ആക്കി എടുത്തതിന് ശേഷം നമ്മൾ അതിന് ചുറ്റും ഇതേ വലിപ്പത്തിൽ ഒരു വൃത്തം തന്നെ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് 9ാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. നമ്മൾ 8ാമത്തെ സ്റ്റെപ്പിൽ ഈ ഒരു കോമ്പസിൻ്റെ മുനയും അതുപോലെ തന്നെ പെൻസിലിൻ്റെ മുനയും തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് 1/2 സെൻറ്റിമീറ്ററാണ് എടുത്തത്. എന്നാൽ നമുക്ക് ഇനി 9ാമത്തെ സ്റ്റെപ്പിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഈ ഒരു കോമ്പസിൻ്റെ മുനയും അതുപോലെ തന്നെ പെൻസിലിൻ്റെ മുനയും തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് നമുക്ക് ഒരു 3/4 സെൻറ്റിമീറ്റർ നമുക്ക് എടുക്കാം. ഇനി നമ്മളിവിടെ ഈ ഒരു 0 പോയിന്റിൽ നിന്ന് മുകളിലോട്ട് ഒരു 5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു പോയിന്റിനെ സെൻറ്റർ ആക്കിയിട്ട് നമുക്ക് അതിന് ചുറ്റും ഒരു വൃത്തം വരക്കാം. പത്താമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു കോമ്പസിൻ്റെ മുനയും അതുപോലെ തന്നെ പെൻസിലിൻ്റെ മുനയും തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് അത് 1 സെൻറ്റിമീറ്റർ ആക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സെൻറ്റർ പോയിന്റിൽ നിന്ന് നമുക്ക് അതിന് ചുറ്റും ഒരു വൃത്തം കൂടി നമുക്ക് വരക്കാം. അതുപോലെ തന്നെ ഈ ഒരു പോയിന്റിനെ നമ്മൾ സെൻറ്റർ ആക്കി എടുത്തതിന് ശേഷം ഇതിന് ചുറ്റും ഒരു വൃത്തം കൂടി നമുക്ക് വരക്കാം.
ഇനി നമുക്ക് കോമ്പസിൻ്റെ മുനയും അതുപോലെ തന്നെ പെൻസിലിൻ്റെ മുനയും അത് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് അത് ഒരു 1.25 സെൻറ്റിമീറ്റർ ആക്കിയിട്ട് നമുക്ക് എടുക്കാം. ഈ ഒരു 0 പോയിന്റിൽ നിന്ന് നമ്മൾ മുകളിലോട്ട് ഒരു 5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു പോയിന്റിന് ചുറ്റുമാണ് ഈ വൃത്തം വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെ നമുക്ക് അടുത്ത ഒരു വൃത്തം കൂടി നമുക്ക് വരക്കാം. പതിനൊന്ന് സ്റ്റെപ്പായിട്ടാണ് ഈ കാണുന്ന ചിത്രം വരച്ചത്. നമ്മളിവിടെ വരക്കുന്ന ചിത്രം എന്നത് ഈ കാണുന്ന ഈ ഒരു 3 പിൻ സോക്കറ്റിൻ്റെ ആ ഒരു ഡയഗ്രാമാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ വരക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഈ ഒരു 3 പിൻ സോക്കറ്റ് എന്നത് ഇത് ഒരു സ്ക്വയർ ടൈപ്പായിട്ട് വന്നിട്ടുള്ള ഒരു 3 പിൻ സോക്കറ്റാണ്. ആ ഒരു സ്ക്വയർ ടൈപ്പായിട്ട് വന്നിട്ടുള്ള ആ 3 പിൻ സോക്കറ്റിൽ വന്നിട്ടുള്ള ഓരോ സോക്കറ്റുകളും റൗണ്ട് ടൈപ്പാണ്. ആ കാര്യം നമ്മൾ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു 3 പിൻ സോക്കറ്റ് അതൊരു സ്ക്വയർ ടൈപ്പ് ആണ് എന്ന് നമ്മൾ വരച്ചിട്ടുള്ള ഈ ചിത്രത്തിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ വരക്കുന്ന ചിത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തണം. അതിൻ്റെ ആ ഒരു കാരണം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു 3 പിൻ സോക്കറ്റിൻ്റെ ചിത്രം കാണിച്ചിട്ടുണ്ട്. ആ ഒരു 3 പിൻ സോക്കറ്റിൽ വന്നിട്ടുള്ള ഓരോ സോക്കറ്റുകളും ഇതുപോലെ തന്നെ റൗണ്ട് ടൈപ്പാണ്. അതുപോലെ തന്നെ ആ ഒരു 3 പിൻ സോക്കറ്റിൽ വന്നിട്ടുള്ള എർത്ത് സോക്കറ്റിന് മറ്റു 2 സോക്കറ്റുകളെ അപേക്ഷിച്ച് അല്പം വലിപ്പം കൂടുതലുണ്ട്. ആ കാര്യം നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. പക്ഷേ നിങ്ങൾ ഫോട്ടോയിൽ കാണുന്ന ആ ഒരു 3 പിൻ സോക്കറ്റിൻ്റെ പുറമേ കാണുന്ന ആ ഒരു ആകൃതി അതൊരു റൗണ്ട് ടൈപ്പാണ്. പക്ഷേ ഞാൻ കയ്യിലെടുത്തിട്ടുള്ള ഈ ഒരു 3 പിൻ സോക്കറ്റിൻ്റെ ആകൃതി അതൊരു സ്ക്വയർ ടൈപ്പാണ്. അപ്പോൾ നമ്മളിവിടെ വരക്കുന്ന 3 പിൻ സോക്കറ്റ് അതൊരു സ്ക്വയർ ടൈപ്പ് ആണ് എന്ന് നമ്മൾ വരക്കുന്ന ചിത്രത്തിൽ തന്നെ അത് കൃത്യമായി രേഖപ്പെടുത്തണം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ രേഖപ്പെടുത്താം എന്നതിനെക്കുറിച്ച് ഇനിയുള്ള സ്റ്റെപ്പുകളിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലെയുള്ള ഒരു സ്ക്വയർ ടൈപ്പായിട്ട് വന്നിട്ടുള്ള ഒരു 3 പിൻ സോക്കറ്റിൻ്റെ ഒരു ഡയഗ്രാമാണ് നമ്മളിവിടെ വരക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വരച്ചിട്ടുള്ള ഈ ഒരു ചിത്രത്തിൽ ചില മാറ്റങ്ങൾ നമുക്ക് വരുത്താം. അപ്പോൾ നമുക്ക് ഈ ഒരു സെൻട്രൽ പോയിന്റിൽ നിന്ന് നമുക്ക് ഒരു 2 സെൻറ്റിമീറ്ററിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു സെൻട്രൽ പോയിന്റിൽ നിന്ന് നമുക്ക് താഴോട്ട് ഒരു 2 സെൻറ്റിമീറ്ററിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു സെൻട്രൽ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ഒരു 2 സെൻറ്റിമീറ്ററിൽ വീണ്ടും ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു സെൻട്രൽ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ഒരു 2 സെൻറ്റിമീറ്റർ വീണ്ടും മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ ഈ ഒരു സെൻട്രൽ പോയിന്റിൽ നിന്ന് മുകളിലോട്ട് ഒരു 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ടാണ് ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തത്. അതിനുശേഷം ഈ ഒരു പോയിന്റിനെ നമ്മൾ സെൻറ്റർ ആക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു വൃത്തം വരച്ചത്. ഈ ഒരു സെൻട്രൽ പോയിന്റിൽ നിന്ന് ഒരു 7 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് മുകളിലോട്ട് ഒരു 7 സെൻറ്റിമീറ്ററിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് മുകളിലോട്ട് ഒരു 7 സെൻറ്റിമീറ്ററിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റുകളെല്ലാം തന്നെ പരസ്പരം യോജിപ്പിക്കാം. അതായത് ഈ ഒരു പോയിന്റ്, ഈ പോയിന്റ്, ഈ പോയിന്റ്, ഈ ഒരു പോയിന്റ്, ഈ പോയിന്റ്, ഈ പോയിന്റ്, ഈ ഒരു പോയിന്റ്, ഇതെല്ലാം തമ്മിൽ നമുക്ക് പരസ്പരം യോജിപ്പിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ 2 പോയിന്റ് തമ്മിൽ ലൈൻ ആക്കി എടുക്കാം.
അതിനുശേഷം നമുക്ക് ഈ ഒരു ലൈന് അതുപോലെ തന്നെ ഈ ഒരു ലൈനും അത് നമുക്ക് ഇതുപോലെ വരക്കാം. ഇനി നമുക്ക് ഈ 3 ലൈനും പരസ്പരം യോജിപ്പിക്കാം. ഈ ഒരു 3 പിൻ സോക്കറ്റിൻ്റെ ഒരു ഡയഗ്രാമാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ 3 പിൻ സോക്കറ്റ് ഒരു സ്ക്വയർ ടൈപ്പ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ലൈന് വരച്ചത്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തെ ഈ ഒരു ലൈനും നമുക്ക് മായ്ച്ച് കളയാം. ഇനി നമുക്ക് ഈ സ്ക്വയർ ടൈപ്പ് ആയിട്ട് വന്നിട്ടുള്ള ഈ 3 പിൻ സോക്കറ്റിലെ ഓരോ റൗണ്ട് സോക്കറ്റുകളെയും വരക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയും അതുപോലെ തന്നെ ഇങ്ങനെയും ഒരു ലൈന് വരച്ചത്. അത് നമുക്ക് മായ്ച്ച് കളയാം.
ഈ വൃത്തത്തിൻ്റെ സെൻറ്ററിൽ വന്നിട്ടുള്ള ഈ പോയിന്റുകളെല്ലാം തന്നെ മായ്ച്ചു കളയും. അതുപോലെ തന്നെ ഇങ്ങനെ ഈ വൃത്തത്തിൻ്റെ ഉള്ളിലൂടെ പോകുന്ന ആ ഒരു ലൈനും നമുക്ക് മായ്ച്ചു കളയാം. നമ്മളിവിടെ ഈ വൃത്തത്തിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള ആ സെൻറ്റർ പോയിന്റ് നമ്മൾ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വൃത്തത്തിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള ലൈനും നമ്മൾ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു കറക്ഷൻ പെന്ന് ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം മായ്ച്ചത്. അതുകൊണ്ട് തന്നെ ആ കറുത്ത മഷി ഉപയോഗിച്ചിട്ട് വരച്ച ആ വൃത്തത്തിലും ചില ഭാഗങ്ങൾ മാഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ആ മാഞ്ഞു പോയിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ പേന ഉപയോഗിച്ചിട്ട് ഒന്നുകൂടി കളർ കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ പെൻസിൽ ഉപയോഗിച്ചിട്ട് വരക്കുന്നവരാണെങ്കിൽ റബ്ബർ ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് മായ്ക്കാൻ സാധിക്കും. എനിക്കിവിടെ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാൻ വരച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്നു കഴിഞ്ഞാൽ അത് വീഡിയോയിൽ കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ കളർ പേന ഉപയോഗിച്ചിട്ട് വരച്ചിട്ട് കറക്ഷൻ പെന്ന് ഉപയോഗിച്ചിട്ട് അത് മായ്ച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 3 പിൻ സോക്കറ്റിൽ വന്നിട്ടുള്ള ഓരോ റൗണ്ട് സോക്കറ്റുകളും നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു 3 പിൻ സോക്കറ്റ് അതൊരു സ്ക്വയർ ടൈപ്പ് ആണ് എന്ന് നിങ്ങൾക്ക് ഈ ഒരു ചിത്രം വഴി കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 3 പിൻ സോക്കറ്റിൽ വന്നിട്ടുള്ള ന്യൂട്രൽ ഫേസ് ആ 2 സോക്കറ്റിനേക്കാൾ അല്പം വലിപ്പം കൂടുതലാണ് എർത്ത് സോക്കറ്റിന് എന്ന് ഈ ചിത്രം വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇങ്ങനെയൊക്കെ ചിത്രം വരച്ചിട്ടും ഇപ്പോഴും ഇതൊരു 3 പിൻ സോക്കറ്റിൻ്റെ ഒരു ഡയഗ്രാം ആയിട്ടില്ല. കാരണം നമ്മളിതിൻ്റെ കണക്ഷൻ ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു 3 പിൻ സോക്കറ്റിൻ്റെ ആംബിയർ രേഖപ്പെടുത്തിയിട്ടില്ല. വർക്കിംഗ് വോൾട്ടേജ് നമ്മളിവിടെ കാണിച്ചിട്ടില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡ് വഴി പറഞ്ഞുതരാം. ഈ ഒരു വീഡിയോ ഇവിടെ താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു.